വേറെ കിട്ടൂല. ഇവിടെ തള്ളി തള്ളി. നെല്ലിയാമ്പതി ഈ ഒരു വ്യൂ പോയിന്റിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ഥലം കേട്ടോ ഈ ഒരു മരം. അത് ഇതിൻ്റെ ഒരു ആ സ്റ്റൈലൊക്കെ തന്നെ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നെല്ലിയാമ്പതിക്കാണ് പോകുന്നത്. നിങ്ങൾ മുൻപത്തെ നമ്മൾ R15 V3ൻ്റെ ആ ഒരു റൈഡ് എക്സ്പീരിയൻസ് വീഡിയോ ഒക്കെ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ആ ഒരു റൈഡ് എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ട്രാവൽ വീഡിയോ എന്ന രീതിയിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില വ്യൂസൊക്കെ നിങ്ങൾ അവരെ കണ്ട ആ ഒരു വ്യൂസൊക്കെ ഈ ഒരു വീഡിയോയിൽ കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന ആ ചില ഭാഗങ്ങളൊക്കെ ഇതിലുണ്ടാവും. അപ്പോൾ ഒന്നുമില്ല, വീഡിയോക്ക് പോകുന്നതിന് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. എന്നാലും ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ ഇതുപോലെ വരും. നമ്മളിപ്പോൾ ചെക്ക് പോസ്റ്റിലെത്തിയിട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മളെ വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കണം, നമ്മളെ പേര് കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ട്. കൂടാതെ ഒരു ഇത്ര ടൈം കൊണ്ട് തിരിച്ചിറങ്ങണം എന്നുള്ളത്. ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ എക്സ്ട്രാ വഴിയാലും കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, പോകുന്ന വഴിക്ക് പോത്തുണ്ടി ഡാമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കാര്യമായിട്ട് നിർത്തുന്നില്ല, ജസ്റ്റ് നമുക്കിങ്ങനെ കണ്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് പോകാം കേട്ടോ. പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ വ്യൂ പോയിന്റുകളൊക്കെ അവിടെ ചെറുതായിട്ടൊന്ന് കവർ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പോത്തുണ്ടി ഡാം. നൈസാണ്, പക്ഷേ നമ്മളിവിടെ കയറിയില്ല കേട്ടോ. കാരണം കുറേ തവണ കയറിയതുകൊണ്ട് തന്നെ ഇവിടെ കയറിയില്ല, നമുക്ക് ടോപ്പിലേക്ക് എത്താൻ ടൈം ഒഴുകും, അതുകൊണ്ട് നമ്മൾ കയറിയില്ല. എന്തായാലും അടിപൊളിയാണ്. ഇതിപ്പോൾ ചെക്ക് പോസ്റ്റിൻ്റെ മുൻപായിട്ടാണ് ശരിക്കും ഇതിലേക്കുള്ള എൻട്രൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അടിപൊളിയാട്ടോ. എന്തായാലും ഇത് നമ്മൾ നേരത്തെ കണ്ട ഡാമിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ളൊരു വ്യൂ ആട്ടോ. എന്തായാലും അടിപൊളിയാണ്. ടോപ്പിലേക്ക് കയറും തോറും ചെറുതായി ഇങ്ങനെ കാണും. നൈസാണ്. ഇത് പിന്നെ എന്താ വെച്ചാൽ നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ വരുമ്പോൾ എല്ലാവരും ഇവിടെ നിർത്തി ഇതൊക്കെ ഒന്ന് കണ്ടിട്ടാണ് പോവുക. എന്തായാലും ഇത് നൈസാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, കുറച്ചുകൂടെ പോകുന്നപ്പോൾ നമ്മളെ റേഞ്ചൊക്കെ മാറി തേയിലത്തോട്ടത്തിൻ്റെ സെൻറ്ററിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോണേ. എന്തായാലും അടിപൊളിയായി, നല്ല രസമുണ്ട് കാണാൻ. അത്യാവശ്യം കോടൊക്കെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്കതൊക്കെ നോക്കാം. ഞാൻ ഗൈസ് ഇതിനു മുൻപേ 1-2 തവണ വന്നിട്ടുണ്ട്. പക്ഷെ വന്നപ്പോഴും എനിക്കിവിടെ കോട കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര നഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ കോടയൊക്കെ വരുന്നുണ്ട് ഇവിടെ. നമ്മളെ NS ഓടിക്കുന്ന മുൻപത്തെ ഏറ്റവും ഫ്രണ്ടത്തെ ആള് എണീറ്റ് നിന്നിട്ടൊക്കെ വണ്ടി ഓടിക്കുന്നത്. ആൾക്ക് നല്ല റേഞ്ച് ആയിട്ടുണ്ട് വേണു. Holy man. വ്യൂ പോയിന്റിലേക്കുള്ള എൻട്രൻസ് ആട്ടത്. ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് ഉണ്ട്. സീതാരക്കുണ്ട് അല്ലേ, എസ്റ്റേറ്റ് സീതാരക്കുണ്ട് എസ്റ്റേറ്റ്. അതിന് സംഭവം പൊളിച്ചു അല്ലേ. വ്യൂ പോയിന്റിലേക്ക് കയറുമ്പോൾ ഈ ഒരു സൈഡിലായിട്ട് ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നമ്മൾ ഡീറ്റെയിൽസ് എഴുതി കൊടുക്കണം. കൂടാതെ തന്നെ അവിടെ ചെറിയൊരു ഫീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ സ്ഥലം കാണാൻ പോവുകയാണ്. ഇത് നമ്മളെ ഫ്രണ്ട്സാണ്, നമ്മളെ കൂടല്ലേ. നമ്മളെ ഫ്രണ്ടിലുള്ള അവൻ്റെ ഫ്രണ്ടാണ്, അവൻ്റെ വൈഫുമാണിത്. കൂടെ തന്നെ ഫ്രണ്ടിൽ നമ്മളെ മോട്ടോഫിക്സിൻ്റെ ഗ്രൂപ്പിലെ മൂസിൻ എന്ന ബ്രോയുടെ ഫ്രണ്ടുണ്ട്. നമ്മളെ നാട്ടുകാരന്മാരോട് കൂടിയാണ് കേട്ടോ. അത് പാക്കോടനെയാണ് അവരുടെ നാട് പേരിലുള്ള. പിന്നെ ബാക്കിൽ നമ്മളെ വീട്ടിലൊക്കെ ഉള്ള ആഷിക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട്, അവൻ തന്നെയാണ് ഉള്ളത്. എന്തായാലും നെല്ലിയാമ്പതി എന്ന് പറയുമ്പോൾ വേറെ ഫീൽ തന്നെയാണ് കേട്ടോ. അതിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ദിവസത്തെ ഒരു റൈഡ് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് നെല്ലിയാമ്പതി. കാരണം ഇവിടെ 2-3 സ്ഥലം കാണാനുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു വ്യൂ പോയിന്റ് തന്നെയാണ്. കൂടാതെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ, ഞാൻ സത്യം പറഞ്ഞാൽ ഒരിക്കലും ഒരു വ്യൂ പോയിന്റ് പോയിട്ട് ആ ഒരു വ്യൂ പോയിന്റ് കാണാൻ മാത്രം പോകുന്ന ഒരാളല്ല. കാര്യമായിട്ട് ഞാൻ ഒരു പ്ലേസ് കവർ ചെയ്ത് പോയിട്ട് അവിടെ പോയി നിൽക്കാന്നുള്ളൊരു മൈൻഡല്ല എനിക്ക്. ഞാൻ ഈ യാത്ര ചെയ്യുമ്പോൾ ആ ഒരു യാത്ര എൻജോയ് ചെയ്ത് ആ എല്ലാ നേച്ചറിൻ്റെ ഭംഗി എല്ലാം ആസ്വദിച്ച് പോകാന്നുള്ള ഒരു മൈൻഡാണ് എനിക്കുള്ളത്. അപ്പോൾ അത് നമ്മൾ നിർത്തിയിട്ടുണ്ട്. നമ്മളിവിടെ പാർക്കിങ്ങിലാട്ടോ, നെല്ലിയാമ്പതി വ്യൂ പോയിന്റിൽ. അവിടെ കുറച്ച് കമ്പന്മാരുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടോളി. പൊളി വണ്ടിയാണ്. അത് നമ്മൾ ZX 6R കവാസാക്കി. ഇത് നമ്മൾ ആറാത്തിട്ടാണ്. ഇത് Z800 കവാസാക്കിൻ്റെ. ഇത് പിന്നെ 300 ആണെന്ന് തോന്നുന്നു. യെസ്, ഇത് അല്ല 400 ആണ്, നിഞ്ച 400. പിന്നെ ഡ്യൂക്ക് 250 MT. MTൻ്റെ ഒരു നല്ലൊരു വണ്ടി അവിടെയുണ്ട് കേട്ടോ, അവിടെയാണ് കാണുന്നുണ്ട്.
എന്തായാലും പൊളിച്ചു സംഭവം. ഇതിനോ ഓണസൊക്കെ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു കേട്ടോ. ഇതൊക്കെ 4 തന്നെ തോന്നുന്നു അല്ലേ. ഇത് 4 സിലിണ്ടർ, അത് 4 സിലിണ്ടർ, അത് 2 സിലിണ്ടർ. അതായത് പൊളിച്ചു, എന്തായാലും പൊളിച്ചു. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സംഭവം കേട്ടോ. ഇത് പൊളിച്ചു. ഇത് കുറച്ച് പഴയ മോഡലത് തോന്നുന്നു കണ്ടിട്ട്. സാധനം പൊളിയാ പക്കാലേ, അടിപൊളി. ആശിക്ക് അമ്മ കൊടുക്കണ്ട ഇതേമാതിരി ഒന്ന് വേറെ കിട്ടൂല. നമ്മളെ കൂടെ അല്ലേ NSM വന്ന മോസിൻ ബ്രോയും അവൻ്റെ ഫ്രണ്ടും ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഇല്ല. അവന് ഇത് ഈ ഒരു വണ്ടി അല്ലെങ്കിൽ നമ്മളെ നിഞ്ചിൻ്റെ ആ ഒരു മോഡൽ കണ്ടിരിക്കുകയെന്നാണ് അവൻ പറയുന്നത്. ഏതൊരു വണ്ടിപ്രാന്തനും നോക്കിയിരുന്ന് പോകും കേട്ടോ. അടിപൊളി പൊളി അടിപൊളി സ്ഥലം അല്ലേ. ആ കോടയൊക്കെ അവിടെ സംഭവം അടിപൊളിയാണ്. നമ്മളിപ്പോൾ നമ്മളിവിടുത്തെ സൈതാർകുണ്ട് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് നടക്കാനുണ്ട്, തോനെയൊന്നുമില്ല. വ്യൂ പോയിന്റിലേക്ക് കുറച്ചുള്ളൂ, പക്ഷേ അവിടുന്ന് താഴത്തേക്ക് ഒരുപാട് നടക്കാനുണ്ട്. വ്യൂ പോയിന്റ് എത്തുന്ന ആ ഒരു ടൈം ആകുമ്പോൾ തന്നെ ചെറുതായിട്ട് ഇതൊരു മരം വീണടക്കുന്നുണ്ട്. ഒന്ന് കുനിഞ്ഞിട്ട് വേണം കയറാൻ. എന്തായാലും മരം ഇതുവരെ ഒഴിവാക്കിയിട്ടില്ല. ഇനി നിങ്ങൾ പോകുമ്പോൾ ഒഴിവായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴ്ന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ കഴിച്ച് നമ്മളിതാ വ്യൂ പോയിന്റിലെത്തി കേട്ടോ. സീതാക്കുണ്ട് വ്യൂ പോയിന്റ് അല്ലേ ഇതിൻ്റെ പേര്? സീതാക്കുണ്ട് വ്യൂ പോയിന്റ്. കൂടില്ലേ, കോടുണ്ട് കോടുണ്ട്. ആ അടിപൊളി. സോറി നിങ്ങളെ കണ്ടില്ല. മതി പൊളിയിലെ എമ്മക്കൂടെ അല്ല ഞാൻ എന്നെ ഈ വിചാരിക്കാൻ പിടിക്കാം. പൊളി. ആ തിഞ്ഞ് കുറെ അവിടെ നടക്കാണ്ട്. അവിടെ അടിപൊളി വ്യൂ ഉണ്ട്. അവിടെയൊക്കെ പൊളിയ കാര്യം. ഫുള്ള് കോടയാണ്, നോ രക്ഷ. പോലെ നമുക്ക് നാട് പോലെ പൊളി സ്ഥലമാട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അന്ന് ഞാൻ വന്നപ്പോൾ അത്ര എനിക്ക് കോട കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇതിന് മുൻപ് വന്നിട്ടുണ്ട് പലതവണ, പക്ഷേ ഇന്നാണ് എനിക്ക് ഫസ്റ്റ് ടൈം ഇവിടെ വന്നിട്ട് ഇത്രത്തോളം കോട കാണുന്നത് കേട്ടോ. എന്തായാലും പൊളിച്ചു, അടിപൊളി. പിന്നെ ഇവിടെ കുറേ ആളുകളുണ്ട്, അതുകൊണ്ട് മാസ്ക് ഊരുന്നില്ല ഞാൻ. നമ്മളെ നെല്ലിയാമ്പതി ഈ ഒരു വ്യൂ പോയിന്റിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ഥലം കേട്ടോ ഈ ഒരു മരം. അത് ഇതിൻ്റെ ആ സ്റ്റൈലൊക്കെ തന്നെ അടിപൊളിയാണ്. അവിടെ ആളിരിക്കുന്നുണ്ട് നമ്മളെ, അടിപൊളി അല്ലേ. കണ്ടമാനം ജനാണ് കേട്ടോ, ഒരുപാട് ആളുകളുണ്ട്. കോട പൊളിച്ചില്ല, നല്ല തണുപ്പുണ്ട്. കാശിക്ക് എൻ്റെ മുടിക്കൊരു വെറൈറ്റി ഇല്ലേ. ഇല്ലടാ സംഭവിച്ചാടാ. പൊളിയാണ് കേട്ടോ. ഒരു സൈഡ് ഫുള്ള് കൊട, ആ ഒരു സൈഡ് കാണുന്നില്ല. ഇവിടെ ഈ ഒരു ഭാഗം ഇത് തമിഴ്നാടല്ലടാ. ഈ ഭാഗം ഫുള്ള് തമിഴ്നാട് പൊള്ളാച്ചി ഏരിയയാണ്. പക്ഷേ ഒരു ഭാഗം കാണുന്നില്ല. എന്തായാലും പൊളിച്ചു സംഭവം. കോടന്ന് പോയൊരു അടിപൊളി മഴയാണ്. പുറത്ത് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. പൊളി സ്ഥലം അല്ലേ, അടിപൊളി. എവിടെ സിറ്റായാലോ. വെയിലടിക്കുന്നുണ്ട്, തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രണ്ടും പാടെ മാനേജായി പോകുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ദിവസം വരികയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ കാണാം. ഞാൻ നേരെ കാണിച്ചില്ല, നമ്മൾ ജസ്റ്റ് ഒരു ട്രാവൽ വീഡിയോ എന്ന രീതിയിൽ ചെറുതായിട്ട് കാണിച്ചിട്ടുള്ളൂ. എന്താ വെച്ചാൽ നമ്മളെ R15 V3ൻ്റെ ഒരു റൈഡ് റിവ്യൂ ആണ് കാര്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും സ്ഥലം അടിപൊളിയാണ്. ഇതിപ്പോൾ നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് വന്നൊരു സ്ഥലം കേട്ടോ. അടിപൊളി കേട്ടോ ഗൈസ്. ഞാൻ വരുന്ന വഴിക്ക് എടുത്തില്ല, കാരണം എന്താ ഈ ഒരു റൂട്ടിലൂടെ വന്നേ ഭയങ്കര ഇതാണ്, എന്ത് മുള്ളും ഇതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെയൊക്കെ വന്നേനെ. അപ്പോൾ ഒരു കയ്യിൽ ഓൾറെഡി ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എടുക്കാമായിരുന്നു കേട്ടോ. എന്തായാലും
പൊളിയാണ്. നല്ല കോടുണ്ട് കേട്ടോ ഇവിടെ ആണെങ്കിലും. കണ്ട താഴേക്ക് ആളുകളുണ്ട്. കുറച്ചുകൂടി താഴത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റും തോന്നുന്നു. എന്തായാലും അടിപൊളി സ്ഥലമാണ് ഇതൊക്കെ. കണ്ട അങ്ങനെ ആ മേലക്കൊക്കെ കയറി പോവാം. പൊളി. അപ്പോൾ നമ്മൾ നെല്ലിയാമ്പതിയിൽ നിന്ന് ഇറങ്ങി സൈതാർകുണ്ട് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇറങ്ങി. ഇവിടെ ചെറിയൊരു തൂക്കുപാലമുണ്ട്. തൂക്കുപാലത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഞാൻ മറന്നു, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അവിടെ കൂടെ പോയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. പോകുന്ന വഴിക്കുള്ള ഒരുപാട് കാഴ്ചകൾ ഇനി നിങ്ങൾ കാണാനുണ്ട്. അടിപൊളി സ്ഥലമാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ സത്യം പറയുക ഇങ്ങനെ നിങ്ങൾ കാണാൻ പോകണേ. ഇവിടേക്ക് വരുമ്പോഴുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകതയാണിത്. നല്ല ബ്ലോക്കാവും, പ്രത്യേകിച്ച് ഇതുപോലുള്ള സീസൺ ടൈമിൽ സൺഡേ ഒക്കെ വരുമ്പോൾ. എന്തായാലും അതിൽ കാറോടൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. ചെറിയ റോഡാണ്, അതാണ് പ്രശ്നം. എന്തായാലും അതൊക്കെ നോക്കുക, എല്ലാവരും മാക്സിമം കെയർ ചെയ്ത് ഓടിക്കുക. ഓക്കെ, കേൾക്കണ്ടില്ലല്ലോ. ഒന്നിറങ്ങട പന്നി, ഒന്നിറങ്ങട പന്നി. പോടെ പോടെ. ആൾട്ടോ ഇറങ്ങി, ആൾട്ടോ അവിടെ ഇറങ്ങി, സൈഡ് ഇറങ്ങി. ഇറങ്ങിയോ? ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവാ? ഇത് തള്ളി കയറ്റിയാൽ മതി. ഇവിടുന്ന് തള്ളി തള്ളി നിൽക്കേ. ആശിക്ക ഓട്ടി കുറച്ചല്ലേ. നിൽക്ക് നിൽക്ക് നിൽക്ക്. എന്തോ ഭാഗ്യമുണ്ടല്ലേ. നല്ല അടിപൊളി സ്ഥലം അല്ലേ. നമ്മ രസം കാണാൻ ഒരു രക്ഷയില്ല. അതോ അവിടെയൊക്കെ ഒരു വാലിപ്പാറ ടച്ചായില്ലേ? ഇതാ ഒരു വാലിപ്പാറ ടച്ചില്ലേ? അടിപൊളി. അതെ, അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു തൂക്കുപാലമുണ്ട്, അതുകൂടി ജസ്റ്റ് ഒന്ന് കാണാൻ പോകാം കേട്ടോ. അപ്പോൾ സ്ഥലപ്പേര് വരുന്ന വഴിക്കൊക്കെ കണ്ടിട്ടുണ്ടാവും. പൊളി സ്ഥലം കേട്ടോ, നല്ല രസമുണ്ട്. നിലവിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇതിന് മുൻപ് വന്നപ്പോൾ ഈ ഒരു ഏരിയക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ വന്നത് എന്തായാലും നന്നായി. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ ഹിൽ പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിൻ്റെ കൈ കുറച്ചുകൂടെ കൂളായിട്ട് ആ ഒരു ചില്ല് മൈൻഡ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ കിട്ടുന്നത്. പൊളി, അടിപൊളി കേട്ടോ. എനിക്ക് സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ, പൊളി സ്ഥലം. അപ്പോൾ അടിപൊളി. ഇവിടെയൊക്കെ വന്ന് കാണാൻ കേട്ടോ. എന്തായാലും ഒരു ദിവസം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ദിവസം മതി, ഒറ്റ ദിവസത്തെ ട്രിപ്പിനുള്ളൂ ഇവിടെ കേട്ടോ. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മളെ കോഴിക്കോട് ആ ഒരു ഏരിയയിൽ വരികയാണെങ്കിലും ഒരു ദിവസം ട്രിപ്പിനുള്ളൂ. എന്തായാലും സ്റ്റേ അടിച്ച് കാണാനല്ലോ ഉള്ളൊന്നുമില്ല ഇവിടെ എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ഓക്കെ, എന്തായാലും വരിക, അധികം പിന്നെ ജസ്റ്റ് വന്ന് ഇതൊന്ന് കണ്ടു പോകാം കേട്ടോ.
വലിയ ചിലവൊന്നുമില്ല. നമുക്ക് ആ ഫുഡിൻ്റെ എക്സ്ട്രാ ചിലവ്. ഇവിടെ ടിക്കറ്റിനൊക്കെ ആണെങ്കിലും ഇപ്പോൾ വ്യൂ പോയിന്റ് കയറാനാണെങ്കിൽ 10 രൂപ. കൂടെ തന്നെ ഇനിയിപ്പോൾ ഇവിടെ കയറത്തില്ലേ നമുക്ക് നോക്കാം. അതുപോലെ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളെ വരുന്നുള്ളൂ. എന്തായാലും ഇവിടെ തന്നെ പാർക്കിന് ഒരു 10 രൂപയൊക്കെ തന്നെ വരുള്ളൂ. പിന്നെ തേയിലൻ്റെ ഇത് കഴിഞ്ഞു. ഇപ്പോൾ ഫുള്ള് കാപ്പി ആട്ടോ. ഇപ്പോൾ നമ്മൾ കുറച്ചിട്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ ക്യാമറ ഓഫായി. വണ്ടികളൊക്കെ ചീറിപ്പാഞ്ഞ് വരിക. ഭയങ്കര ഡേഞ്ചർ പിടിച്ച സ്ഥലമാണ്. വരുമ്പോൾ അതൊക്കെ എല്ലാവരും സൂക്ഷിക്കാം. ഇതുപോലെ ഫുള്ള് ഇതുപോലുള്ള കാടാട്ടോ. അടിപൊളി കുറേ തേയില. പിന്നെ കാടെന്നല്ല, ഒരു കാപ്പിത്തോട്ടമാണ്. പക്ഷേ നമുക്ക് മൊത്തത്തിൽ കാണുമ്പോൾ ഒരു വലിയൊരു ഫോറസ്റ്റ് പോലൊക്കെ ഒരു ഫീൽ. അതായത് സംഭവം സെറ്റാണ്. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു തൂക്കുപാലം കാണാൻ വേണ്ടി ഇത്തിരി ലോങ് പോകണമെന്ന് ഒരു ചിന്ത ഉണ്ടാകും ചിലർക്കൊക്കെ. തൂക്കുപാലം കാണാൻ വേണ്ടിയിട്ടല്ല, ഈ ഒരു സ്ഥലം എൻജോയ് ചെയ്യാന്നൊരു രീതിയിൽ വരിക കേട്ടോ. അത് ഈ ഒരു വരുന്ന വഴിക്കൽ ഈ ഒരു റൈഡൊക്കെ എൻജോയ് ചെയ്യാം. അപ്പോൾ കഴിച്ച് നമ്മൾ തൂക്കുപാലത്തിൻ്റെ അടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് തൂക്കുപാലം. അപ്പോൾ അതിലൂടെ എൻട്രൻസ് കേട്ടോ. അപ്പോൾ നമ്മളപ്പം 2-3 ആളുകളുണ്ട്. ഒരു ടീം ഇവരാണ്. ഇവർ വന്നു. ഒരാളുകൂടി ഉണ്ട്. ഒരു വണ്ടി കൂടി വരാണ്ട്. അവർ വന്ന് നമുക്ക് ഇവിടുന്ന് പോവാം. ഓക്കെ, മറ്റൊരു ബാക്കിലാണ്. അപ്പോൾ ഇതാണ് തൂക്കുപാലം കേട്ടോ. സംഭവമൊന്നുമില്ല, ജസ്റ്റ് ഒരു തൂക്കുപാലം. ചെറിയൊരു വ്യൂ പോയിൻ്റ് പറയാനൊന്നുമില്ല. ചെറിയൊരു ഒരു വെള്ളച്ചാട്ടമല്ല, അടിയിൽ പുഴ ഒഴുകി പോകുന്നുണ്ട്. അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഓക്കെ, സംഭവം നൈസാണ്. ഉണ്ടല്ലോ. അപ്പോൾ നമ്മളെ തൂക്കുപാലത്തിൻ്റെ തൊട്ട് താഴത്തെ ഒരു ഏരിയയാണിത്. അടിപൊളി സ്ഥലമാണ്. നമുക്ക് കപ്പിൾസൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ, ഇവിടെ കുറേ കപ്പിൾസ് ഉണ്ട് കേട്ടോ. അടിപൊളി സ്ഥലമാണ്. നമുക്ക് ആ ഒരു ചില്ലായിട്ടുള്ള ആ ഒരു ഇരുത്തവും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഇരിക്കാൻ കഴിയും. കുറേ കപ്പിൾസാണ് ഇവിടെ പൊതുവെയുള്ളത്. പക്ഷേ എൻ്റെ ക്യാമറയിൽ ബാറ്ററി പറ്റായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത്, ചെറുതായി ഷോർട്ടാക്കി എടുത്തത്. അപ്പോൾ ഇത്രയും നമ്മളെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ട്രാവൽ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഓക്കെ.